നമസ്കാരം മഹാത്മാക്കളെ. ഇപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, അമേരിക്ക സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30,000-ലധികം ഏക്കർ സ്ഥലത്ത് കാട്ടുതീ പടർന്നു പിടിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. അമേരിക്കയുടെ ആ ഒരു സന്തുലിതാവസ്ഥ തന്നെ മാറിയിരിക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ, ആ പ്രകൃതിയുടെ. അപ്പോൾ ഇതിന് കാരണം അവർ തന്നെയാണ്. നൂറ്റാണ്ടുകളായി അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കർമ്മഫലമാണിപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ ഡിസംബർ 21-ാം തീയതി മുതൽ, അതായത് 2024 ഡിസംബർ 21-ാം തീയതി മുതൽ സത്യവും ആരംഭിച്ചു. ഇനി തെറ്റ് ചെയ്തവനൊക്കെ ശിക്ഷിക്കപ്പെടേണ്ട സമയമാണ്. ഇതുവരെ സാത്താൻ്റെ കളികളായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര തെറ്റ് ചെയ്താലും ആരും ശിക്ഷിക്കപ്പെടുകയില്ല. ഏതെങ്കിലും ലൂപ്പ് ഹോൾസിലൂടെയൊക്കെ അവർ മാറിപ്പോരും. എത്രയോ രാഷ്ട്രങ്ങളുടെ ജീവിതത്തെ, രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ച് എത്രയോ യുദ്ധങ്ങൾക്ക് കാരണമായവരാണ് അമേരിക്കൻ ഗവൺമെൻറ്. അവരുടെ ഡോളർ എന്ന നയത്തിലൂടെ, ആ ഡോളർ മാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്ന് അവർ പ്രചരിപ്പിച്ച് അവരുടെ മിലിറ്ററികളെ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ച് ലോക പോലീസായി വാണ്ടിരുന്ന അവർക്ക് ചെയ്യാവുന്ന എല്ലാ വിധത്തിലുള്ള വൃത്തികേടുകളും ഈ ലോകത്തിനോട് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കർമ്മഫലമാണിപ്പോൾ അവർ അനുഭവിക്കുന്നത്. മാത്രമല്ല, അവർ പിശാചിനെയാണ് സേവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ പേര് പറയുമെങ്കിലും അത് പുറത്തേക്ക് മാത്രമായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിൽ ഉള്ള ഡീപ്പ് സ്റ്റേറ്റ്സ് അവർ കൊണ്ടുവന്നൊരു നയം തന്നെ സാത്താനെ സേവിക്കുക എന്നുള്ളൊരു നയമായിരുന്നു. നമ്മൾ കേട്ടിരിക്കും അതിനെക്കുറിച്ചൊക്കെ ധാരാളം വീഡിയോകളൊക്കെ യൂട്യൂബിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം ത്തിനും ഒരു തിരിച്ചടി വരേണ്ട സമയമാണിപ്പോൾ. അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും തകരാൻ പോവുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയിലെ ജനത, ബാക്കി അവശേഷിക്കുന്ന ജനത തീർച്ചയായിട്ടും യഥാർത്ഥ ദൈവത്തിലേക്ക് വരും. അന്നു മുതൽ വീണ്ടും അമേരിക്കയുടെ ഉദയം ആരംഭിക്കും. ഇതുപോലെ തന്നെയാണ് മറ്റ് യൂറോപ്യൻ കൺട്രീസ് ആയാലും മറ്റ് ഏഷ്യൻ കൺട്രീസ് ആയാലും. അപ്പോൾ വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആർക്കും അത് സഹതപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർമ്മഫലം ആരായാലും അനുഭവിച്ചേ തീരും. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിക്കുക. സത്യയുഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് നല്ലതാണെങ്കിൽ 100 ഇരട്ടി നന്നായിട്ട് കിട്ടും തിരിച്ച്. അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കർമ്മങ്ങളാണെങ്കിൽ അതിൻ്റെ 1000 ഇരട്ടി തിരിച്ചു വരികയും ചെയ്യും നിങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാവരും ഓർമ്മിക്കുക, ഇതെല്ലാം ഒരു പാഠമാണ്. ലോകം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണിപ്പോൾ അമേരിക്കയുടെ ചരിത്രം. ഇതുപോലെ ഓരോ മനുഷ്യരിലും ഉണ്ട് ഒരു അമേരിക്കൻ ചരിത്രം, അല്ലേ? അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും തെറ്റായ രീതിയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ശ്രമിക്കുക. സത്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ശാന്തിയും സമാധാനവും വരും. നിങ്ങൾ നിങ്ങളെ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്നിലേക്ക് വരിക. ജ്ഞാനോദയ ദീക്ഷ അഥവാ എൻലൈറ്റ്മെൻറ്റ് ദീക്ഷ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പെട്ടെന്ന് നിങ്ങളും എന്നിലേക്ക് വന്ന് ആ ദീക്ഷ സ്വീകരിച്ച് നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ് ഈ ലോകത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. സത്യവുമാണിപ്പോൾ. വീണ്ടും ഓർമ്മിക്കുക, സത്യമേവ ജയതേ.